കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് തടവുകാരൻ ഗോവിന്ദസ്വാമി ജയിൽ ചാടി എന്നുള്ള കാര്യം രാവിലെ മാത്രമാണ് ഇയാൾ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് മനസ്സിലായത്. എന്തായാലും ഇയാളെ കണ്ടുപിടിക്കാനായിട്ടുള്ള തെരച്ചിൽ തുടരുകയാണ്. വളരെ ദൂര പ്രദേശത്തേക്കൊന്നും പോകാൻ സാധ്യതയില്ല. ഗോവിന്ദസ്വാമി ഒരു ഹാർഡ് കോർ ക്രിമിനലാണ്. ഇപ്പോൾ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ജയിൽ ചാടിയത്. സൗമ്യ കൊലപാതക കേസിലെ മുഖ്യ പ്രതിയാണ് ഇയാൾ. നമുക്ക് ഷോക്കിംഗ് ആയിട്ടുള്ളൊരു വാർത്തയാണ്. ഇത്തരം വലിയ സെൻട്രൽ ജയിലുകളിൽ നിന്നൊക്കെ തന്നെ ആളുകൾ, ഇപ്പോൾ ഇത് സിനിമ കഥയൊന്നും അല്ലല്ലോ, ജയിലിൽ നിന്ന് പെട്ടെന്ന് എടുത്തിയാടി രക്ഷപ്പെട്ടു പോകാൻ. അരുൺ പൂപ്പറമ്പ് ഒരിക്കൽ കൂടി ശരിയാണ്. അരുൺ, ശരിക്കും ഏത് രീതിയിലുള്ള തെരച്ചിലുകളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്? ജയിൽ അധികൃതർ ഏകദേശം എത്ര സമയമെടുത്തു ഇങ്ങനെ ഒരാൾ ജയിൽ ചാടി എന്നറിയാൻ? അതിനെക്കുറിച്ച് നമുക്ക് എന്തെങ്കിലും വിവരം ലഭിച്ചോ? SK, നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം അനുസരിച്ച് രാവിലെയാണിത് ജയിൽ ഉദ്യോഗസ്ഥർ തിരിച്ചറിഞ്ഞത് ഇത്തരത്തിൽ ഗോവിന്ദസ്വാമി ജയിൽ ചാടി എന്നൊരു സംശയത്തിലേക്ക് എത്തിയത്. കാരണം ഇപ്പോൾ നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഗോവിന്ദസ്വാമി ഒറ്റക്കുള്ളൊരു സെല്ലിലാണ് ഉള്ളത്. അപ്പോൾ അവിടെ നിന്ന് എങ്ങനെയാണ് ഈ ജയിൽ ചാടിയതിനെ സംബന്ധിച്ചുള്ള വലിയ സംശയം ഉയരുന്നുണ്ട്. അവിടെ രാത്രി നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് അവിടെ രാത്രി ഈ പാറാവ് ഉണ്ടാവേണ്ടതാണ്. ഇത്തരം സെല്ലുകൾക്ക് പാറാവ് ഉണ്ടാവേണ്ടതാണ്. ഈ റൊട്ടീൻ പരിശോധനകൾ എല്ലാ ദിവസവും രാത്രി ജയിൽ ഉദ്യോഗസ്ഥരുടെ പരിശോധനകൾ അവിടെ നടക്കേണ്ടതാണ്. അപ്പോൾ അതൊക്കെ മറികടന്ന് അതിനുശേഷം ഇത്ര വലിയൊരു സുരക്ഷാ സംവിധാനം കണ്ണൂർ സെൻട്രൽ ജയിലിലുണ്ട്. കണ്ണൂർ, വിയ്യൂർ, പൂജപ്പുര ഉൾപ്പെടെ അതീവ സുരക്ഷാ ജയിലുകളാണ്. ഇത്തരത്തിൽ വലിയ പ്രമാദമായ കേസുകളിലെ ശിക്ഷിക്കപ്പെട്ട പ്രതികൾ ഉൾപ്പെടെ തടവിൽ കഴിയുന്ന ജയിലുകളാണ്. അപ്പോൾ ആ രീതിയിലുള്ള സുരക്ഷാ സംവിധാനങ്ങളൊക്കെ ഈ ജയിലിൽ ഉള്ളതാണ്. അത് ജയിലിനകത്തും പുറത്തും ഇത്തരത്തിലുള്ള നിരീക്ഷണങ്ങൾ ഉള്ളതാണ്. എല്ലാ സമയവും CCTV നിരീക്ഷണം കൃത്യമായി ഉണ്ട്. അത് അവിടെ തന്നെ ജയിലിൽ തന്നെ ഇത് നിരീക്ഷിക്കുന്നതിന് വേണ്ടി രാത്രി സമയങ്ങളിലും ഉദ്യോഗസ്ഥർ അവിടെ ഡ്യൂട്ടിക്കുള്ളതാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു ജയിൽ അന്തേവാസി, ഏതെങ്കിലും ഒരു പ്രതി ഇങ്ങനെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്നതാണെങ്കിൽ ആ നിരീക്ഷണ ക്യാമറകളിൽ കുടുങ്ങേണ്ടതാണ്. അല്ലെങ്കിൽ അതും കഴിഞ്ഞാൽ കണ്ണൂർ സെൻട്രൽ ജയിലിന്റെ ചുറ്റുമുതലെല്ലാം രാത്രി സമയങ്ങളിൽ പാറാവുണ്ട്. അത് കവാടത്തിൽ മാത്രമല്ല, മതിലിന്റെ ചുറ്റുമെല്ലാം പാറാവുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ മറികടന്ന് ഇത്ര പ്രമാദമായ ഒരു കേസിലെ പ്രതി, ഇത്ര അതീവ സുരക്ഷാ സെല്ലിൽ കഴിയുന്ന ഒരു പ്രതി എങ്ങനെ പുറത്തിറങ്ങി എങ്ങനെ ജയിൽ ചാടി എന്ന വലിയ സംശയമാണ് ഉയരുന്നത്. അപ്പോൾ ഇത് രാവിലെ ഉദ്യോഗസ്ഥർ തിരിച്ചറിയുന്നു. അങ്ങനെ പോലീസിനെ ആദ്യഘട്ടത്തിൽ തന്നെ വിവരമറിയിച്ച് പോലീസ് അതിൽ അരുൺ ഒരു സെക്കൻഡ്